2026 അസംബ്ലി ഇലക്ഷൻ അടുക്കുകയാണല്ലോ. ഇലക്ഷൻ ഡിക്ലയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പദ്ധതികളൊന്നും നടപ്പാക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായി ചെയ്യുന്ന ചില കർമ്മങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ? റീൽസ് പ്രിപ്പറേഷൻ, അത് ന്യൂസ് മീഡിയ വഴിയും അതുപോലെ തന്നെ വാർത്താ ചാനലുകൾ വഴിയും ഒക്കെ പ്രചരിപ്പിക്കൽ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പദ്ധതികളുടെ ഇനോഗ്രേഷനാണ്. അപ്പൊ നമുക്ക് ഒരു പദ്ധതിയുടെ ഇനോഗ്രേഷൻ, ഉദാഹരണം വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ KPPL 25/2/2026 അന്നാണ് KPPL, കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ്, അങ്ങനെ നടത്തുന്ന ഇനോഗ്രേഷൻ മാമാങ്കങ്ങൾ. എല്ലാ ദിവസവും പല വിധത്തിലുള്ള പല പദ്ധതികളുടെ ഇനോഗ്രേഷനാണ് നടക്കുന്നത്. എവിടെയായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷവും എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷേ ഇങ്ങനെ ഈ ഇനോഗ്രേഷൻ, ഉദ്ഘാടന കർമ്മം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ഉദ്ഘാടന കർമ്മമാണ് 25/2/2026 KPPL വേണ്ടിയിട്ട് കോട്ടയം ജില്ലയിൽ വൈക്കത്തുള്ള വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ ആസ്ഥാനത്ത് നടത്തിയത്. അപ്പൊ ഈ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ ആസ്ഥാനത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇനോഗ്രേഷൻ സെറിമണി നടത്തുന്നത്? അതൊരു വലിയ കഥയുടെ ബാക്കി പത്രമാണ്. അതായത് വൈക്കത്ത് ഈ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി 750 ഹെക്ടർ ഭൂമിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് 1970 സ്ഥലമെടുപ്പ് തുടങ്ങി. 975 ആഭ്യന്തരമന്ത്രിയായിരുന്ന K. കരുണാകരന്റെ കാർമ്മികത്വത്തിലാണ്, അധ്യക്ഷതയിലാണ് കേന്ദ്ര വ്യവസായ മന്ത്രി TA പൈ തറക്കല്ലിട്ടു. 1982 ഉൽപാദനം ആരംഭിച്ചു വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി. അങ്ങനെ 1982 ന്യൂസ് പ്രിന്റ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു. എങ്കിലും 2020 പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിശ്ചയപ്രകാരം ആ ന്യൂസ് പ്രിന്റ് ഫാക്ടറി അടച്ചുപൂട്ടുകയായിരുന്നു. അപ്പം പൊല്യൂഷനാണ് അടച്ചുപൂട്ടലിന്റെ പിന്നിലുള്ള കാരണം, മറ്റൊന്നുമല്ല. അപ്പോൾ ആ സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്തു? ആ ന്യൂസ് പ്രിന്റ് ഫാക്ടറി 146 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുന്നു. അടച്ചുപൂട്ടാൻ സമ്മതിക്കാതെ 146 കോടി രൂപയ്ക്ക് കേരള ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. 2000 കോടി ആസ്തിയുള്ള ഫാക്ടറിയാണെന്ന് ഓർക്കണം. 2000 കോടി ആസ്തിയുള്ള ഫാക്ടറി 146 കോടിക്ക് കേരള ഗവൺമെന്റ് ഏറ്റെടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഫെഡറൽ ബന്ധത്തിന്റെ ബേസിസിലാണ്. അതായത് 2000 കോടി ഏതായാലും അതിന് ആസ്തിയുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അത് നന്നായി നടത്തിക്കൊണ്ടുപോകാം, പരിസ്ഥിതി മലിനീകരണം ഒന്നും ഇല്ലാതെ അതൊക്കെ തടഞ്ഞ് മുൻപോട്ട് കൊണ്ടുപോകാം എന്ന ഒരു തീരുമാനത്തിന്റെ ബേസിസിലാണ് അത് ഏറ്റെടുക്കുന്നത്. അങ്ങനെ 146 കോടിക്ക് ഏറ്റെടുക്കുന്നു. തൊഴിൽ ചെയ്ത്, പക്ഷെ അങ്ങനെ ഏറ്റെടുത്തപ്പോൾ പോലും അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ എല്ലാവിധ പേയ്മെന്റ്സും, അതായത് അവരുടെ തൊഴില് റീറ്റെയിൻ ചെയ്യാൻ, തൊഴിലില് നഷ്ടപ്പെടാതിരിക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുക, അവർക്ക് കൊടുക്കേണ്ട പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ശമ്പളം എന്നിവ ഒരുപാട് കുടിശ്ശികയുണ്ടായിരുന്നു. അതിലെല്ലാം 35% കുടിശ്ശിക ആ സമയത്ത് നൽകി. ആ 35% കുടിശ്ശിക കൊടുത്തു കഴിഞ്ഞപ്പോഴും പിന്നെയും 65% കുടിശ്ശിക കിടക്കുകയാണ്. അതിന് അന്ന് തന്നെ 80 കോടി ആവശ്യമായിരുന്നു. പക്ഷെ അത്രയും സംഭരിച്ചെടുക്കുവാൻ കഴിയാതിരുന്നത് കൊണ്ട് ഇപ്പോഴും ആ തൊഴിലാളികളൊക്കെ അങ്ങനെ അവർക്ക് കിട്ടേണ്ട ബാക്കി, അതായത് ഈ പറയപ്പെട്ട അവരുടെ ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ശമ്പളം, അങ്ങനെയൊക്കെ അന്ന് ബാക്കി കിട്ടാനുണ്ടായിരുന്ന 65% ഇപ്പോഴും കിട്ടാതെ കിടക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ കമ്പനിയെ ഗവൺമെന്റ് ഏറ്റെടുത്ത് കൊണ്ടുവന്നു. ഇത്രയും കാലം കൊണ്ടുവന്നു കടന്നു എന്ന് പറയുമ്പോൾ 2021 ഇങ്ങനെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഗവൺമെന്റ്. അതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു ധനകാര്യ
കെടുകാര്യസ്ഥത എന്ന് പറയുന്നത്. കാരണം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ CAG റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഗവൺമെന്റ് അങ്ങോട്ട്, അതായത് മേഖലാ സ്ഥാപനങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ തയ്യാറാകണം, ലാഭമുണ്ടാക്കണം. അങ്ങനെ ലാഭമുണ്ടാക്കാത്ത നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. CAGയുടെ കണ്ടെത്തൽ അനുസരിച്ച് കേരളത്തില് 150 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. 127 എണ്ണം പ്രവർത്തിക്കുന്നവയാണ്, 19 എണ്ണം പ്രവർത്തനരഹിതമാണ്, 63 എണ്ണം വരുത്തിവച്ച മൊത്തം നഷ്ടം 4065.38 കോടിയുടെ നഷ്ടമാണ്. 131 കമ്പനികളിൽ ഗവൺമെന്റിന്റെ ഷെയർ നിക്ഷേപം 9817.46 കോടിയാണ്. 3 കമ്പനികൾ മാത്രം അല്പം ഡിവിഡൻഡ്, എത്രയാണ്? 3.23 കോടിയാണ് ഡിവിഡൻഡ് ആയിട്ട് ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഗവൺമെന്റ് കടം വാങ്ങി 10,002 കോടിയാണ് ഈ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളിലൊക്കെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് CAG പറയുന്നത് മൂലധന ചെലവിനായിരിക്കണം കടം വാങ്ങുന്നത്. പക്ഷേ കേരളം കടം വാങ്ങുന്നത് മൂലധന ചെലവിനല്ല, പലിശ കൊടുക്കാൻ, നേരത്തെ വാങ്ങിയ കടത്തിന്റെ പലിശ കൊടുക്കാനാണെന്ന്. അപ്പൊ ഇതുപോലെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 150 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആ 150 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 131 കമ്പനികളിലും ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. എത്ര കോടിയാണ്? 10,002 കോടിയാണ് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത കോടികളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ 2021 ന്യൂസ് പ്രിന്റ് ഫാക്ടറിയിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ആ കമ്പനിയിലാണ് തൊഴിലാളികൾക്ക് ഇപ്പോഴും 35% അവർക്ക് കിട്ടേണ്ട ഡ്യൂസ് എല്ലാം കിട്ടിയിട്ടുള്ളൂ, ബാക്കി 65% ഇനിയും കിട്ടാനുണ്ട് എന്ന് പറയുന്നത്. അത്തരം ഒരു കമ്പനിയുടെ 750 ഹെക്ടർ ഉള്ള ഭൂമിയിലാണ് ഈ പറയപ്പെട്ട ഒരു പുതിയ അതായത് പുനരുദ്ധാരണ, ഈ പേപ്പർ ഫാക്ടറിയുടെ KPCL, കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ്, അതിന്റെ പുനരുദ്ധാരണം ലക്ഷ്യമിട്ടാണ് 741 കോടി ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഒരു ഇനോഗ്രേഷൻ നടത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഈ പറയപ്പെട്ട ഇനോഗ്രേഷന് യാതൊരു അന്തസത്തയുമില്ല, നിരർത്ഥകമായിട്ട്, അതായത് വെറുതെ ഒരു ഇനോഗ്രേഷൻ നടത്തുന്നു എന്ന് മാത്രമേ വിചാരിക്കാവൂ. കാരണം ഈ പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് വിറ്റഴിക്കാവുന്ന ഒരു വസ്തു അല്ലാതെയായി തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊതുമേഖല ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി, അതിന്റെ വില, ഇതൊന്നും നമുക്ക് പഴയ ചരിത്രം നോക്കാം. വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി പ്രവർത്തിച്ചിരുന്ന കാലത്ത് എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാവുന്നതേ ഉള്ളൂ. വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി പ്രവർത്തിച്ചിരുന്ന സമയത്ത് 500 മെട്രിക് ടൺ യുക്കാലിപ്പിറ്റ്സ് തടിയും ഈറ്റയും കേരളത്തിൽ നിന്ന് സംഭരിക്കാൻ 500 മെട്രിക് ടൺ മതിയായിരുന്നു. അത് കുറഞ്ഞ കപ്പാസിറ്റിയിലായിരുന്നു. അത് സമ്പാദിക്കാൻ പോലും, അത് ശേഖരിക്കാൻ പോലും കേരളത്തിൽ നിന്ന് കഴിഞ്ഞില്ല. യുക്കാലിപ്പിറ്റ്സും ഈറ്റയും യുക്കാലിപ്പിറ്റ്സും ആണ് ഇതിന് റോ മെറ്റീരിയൽ ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇത് 500 മെട്രിക് ടൺ പോലും ഉൽപ്പാദിപ്പിക്കാൻ അന്ന് കേരളത്തിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എവിടെ നിന്നാണ്? ആസാം, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നാണ് ആവശ്യത്തിനുള്ള ഇത് വാങ്ങിയിരുന്നത്. ഈ പറയപ്പെട്ട യുക്കാലിപ്പിറ്റ്സ്, അതുപോലെ ഈറ്റ മുതലായ റോ മെറ്റീരിയൽ, അതൊക്കെ ഈ പേപ്പർ ഫാക്ടറിക്ക് വേണ്ട റോ മെറ്റീരിയൽ ആണ്. അപ്പൊ അന്ന് ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. മുള, ഈറ്റ അല്ലെങ്കിൽ മുള, അതുപോലെ തന്നെ യുക്കാലിപ്പിറ്റ്സ്, ഇതൊക്കെയാണ് റോ മെറ്റീരിയൽ ആയിട്ട് വേണ്ടത്. ഇപ്പോ ഈ ഫാക്ടറി നവീകരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം ഈ ഗവൺമെന്റിന്റെ തലയ്ക്കകത്ത് എന്തോ ഓളമുണ്ടെന്ന്. കാരണം എന്താണ്? മുള മുഴുവൻ യുക്കാലിപ്പിറ്റ്സും ഒക്കെ നേരത്തെ തന്നെ വെട്ടി തീർന്നിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ ന്യൂസ് പ്രിന്റ് ഫാക്ടറി നഷ്ടത്തിലാകുന്നതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് വിൽക്കാൻ ശ്രമിക്കുന്നതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് ഏറ്റെടുക്കുന്നതും. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മുളയുടെ കാര്യം എടുക്കുക. വയനാട് ജില്ലയിലെ ആന കഴിഞ്ഞ വർഷം 26 പേരെയാണ് കൊന്നത്. എങ്ങനെയാണ് അത്ര പേരെ കേരളത്തിൽ ആകെപ്പാടെ? എങ്ങനെയാണ്? അതായത് മുള ആനയുടെ ഇഷ്ടഭോജ്യമാണ്. പക്ഷെ മുള പൂർണ്ണമായിട്ടും തീർന്നിരിക്കുകയാണ്. മുള വച്ചു പിടിപ്പിക്കുക മാത്രമാണ് ഇനി കേരളത്തിലെ ഫോറസ്റ്റുകളിൽ
ആനയ്ക്ക് തീറ്റി വേണമെങ്കിലുള്ള ഒരേ ഒരു മാർഗം. അങ്ങനെ എങ്ങനെയാണ് മുളയെല്ലാം തീർന്നു പോയത്? ഈ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയിലേക്ക്. അതുപോലെ തന്നെ നമുക്കറിയാം കോഴിക്കോട് ഉണ്ടായിരുന്ന ഗ്വാളിയർ റയൻസ്, അവരുടെയും റോ മെറ്റീരിയൽ ആയിരുന്നു മുള. അങ്ങനെ ഈ രണ്ട് കമ്പനികൾ മുളയെല്ലാം ഉപയോഗിച്ചാണ് മുള മുഴുവൻ തീർന്നത്. അത് വീണ്ടും വെച്ചു പിടിപ്പിക്കാൻ ആരും ശ്രമിച്ചില്ല. അങ്ങനെയാണ് മുള ഇല്ലാതായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ജനത്തെ, അതായത് ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ആന മനുഷ്യവാസമുള്ള മേഖലകളിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഇരിക്കെ ആണ് ഇതൊക്കെ ഈ ഗവൺമെന്റിന് അറിയില്ലേ? ഇങ്ങനെയൊക്കെ അറിയേണ്ട ഗവൺമെന്റ് ആണ് ഇപ്പോ ഈ ഫാക്ടറിക്ക് 741 കോടി ഉദ്ദേശിക്കുന്ന KPPLന്റെ സംരംഭം നടത്താൻ പോകുന്നത്. അത് നടപ്പാക്കുകയാണെങ്കിൽ ശാസ്ത്രജ്ഞർ പറയുന്നത് എന്താണ് എന്നല്ലേ? 1200 മെട്രിക് ടൺ ഫോറസ്റ്റ് ഉൽപ്പന്നങ്ങൾ ആവശ്യമാണ്. 500 മെട്രിക് ടൺ ആയിരുന്നു വെല്ലൂർ ന്യൂസ് പ്രിന്റിന് വേണ്ടിയിരുന്നത്. അന്ന് 500 മെട്രിക് ടൺ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആസാം തൊട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അത് വാങ്ങിയിരുന്നത്. ഇപ്പോഴോ ഈ 741 കോടി മുടക്കി ഇത് എപ്പോഴെങ്കിലും, ഇത് വെറും ദിവാസ്വപ്നമായിരിക്കും. അഥവാ എപ്പോഴെങ്കിലും ആ ദിവാസ്വപ്നം യഥാർത്ഥമായി സംഭവിക്കുകയാണെങ്കിൽ 1200 മെട്രിക് ടൺ ഫോറസ്റ്റ് റിസോഴ്സസ് ആണ്. അതായത് ഈറ്റ, മുള, യുക്കാലിപ്പിറ്റ്സ് ഇങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് ആണ് വേണ്ടത്. അത് എവിടെ നിന്ന് പറ്റും? തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് കിട്ടില്ല. കേരളത്തിൽ ഉള്ളത് മുഴുവൻ ഊറ്റിയെടുക്കുക, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുക. അതായിരിക്കും അപ്പോൾ സംഭവിക്കുക. അപ്പം പണ്ട് ന്യൂസ് പ്രിന്റ് ഫാക്ടറി മാത്രം വർക്ക് ചെയ്തിരുന്നപ്പോ എങ്ങനെയായിരുന്നു? 1.5 ലക്ഷം ടൺ കൽക്കരി, 5.5 ലക്ഷം യൂണിറ്റ് വൈദ്യുതി. ഒരു ദിവസം വേണ്ടിയിരുന്നത് 5.5 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ആയിരുന്നു. ഒരു വർഷം 40,000 മെട്രിക് ടൺ കെമിക്കലും ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ആണ് ഇത്രയധികം പൊല്യൂഷൻ. അപ്പൊ ആ പൊല്യൂഷന്റെ, അതായത് ഈ പറയപ്പെട്ട വളരെ ചെറിയ തോതിൽ പ്രവർത്തിച്ചിരുന്ന 500 മെട്രിക് ടൺ മാത്രം ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഇത്രയധികം പൊല്യൂഷൻ ഉണ്ടായതും 2021 ആയപ്പോഴേക്കും അത് വിറ്റ് കളയാൻ, അതിന് നടപ്പാക്കേണ്ട, അത് നിർത്തലാക്കി കളയാൻ എന്ന് കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തീരുമാനിക്കുന്നത്. അത് നിർത്തലാക്കുന്നു എന്ന് വന്നപ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റ് അത് ഏറ്റെടുക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അത് വിപുലീകരിക്കണം, 741 കോടി അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാണ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇനോഗ്രേഷൻ വന്നാലത്തെ അവസ്ഥയാണ് പറഞ്ഞത്. പണ്ട് 500 മെട്രിക് ടൺ കൊണ്ട് ചെയ്തപ്പോഴാണ് ഇത്രയധികം പൊല്യൂഷൻ ഉണ്ടായത്, അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നത്. അവിടെ ഇപ്പോൾ 1200 മെട്രിക് ടൺ ഫോറസ്റ്റ് റിസോഴ്സസ് ഉപയോഗിച്ച് ഉൽപാദനം നടത്തുക എന്ന് പറഞ്ഞാല് ഒരു കാരണവശാലും ആ പൊല്യൂഷൻ തടയാൻ പറ്റില്ല. അത് മാത്രവുമല്ല, ശാസ്ത്രീയമായി ഇതേപ്പറ്റി അറിയാവുന്നവർ പറയണേ എന്താണ്? ഈ പേപ്പർ പ്രോഡക്ട്സ് ആർക്ക് വേണം? ഈ പേപ്പർ പ്രോഡക്ട്സ് വെള്ളൂർ ന്യൂസ് പ്രിന്റിൽ നിന്നുള്ള പേപ്പർ പ്രോഡക്ട്സിന് ഡിമാൻഡ് ഇല്ലാതെ വന്നപ്പോഴാണ് അടച്ചുപൂട്ടേണ്ടി വന്നത്. അല്ലെങ്കിൽ തന്നെയും അതിന്റെ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് അത്ര വലുതായിരുന്നു. അത് മാത്രവുമല്ല, ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക. ഇപ്പോ വളരെ കുറഞ്ഞ ചെലവിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള പേപ്പർ പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളാണ് ITC, JK, TNPL ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ. അപ്പൊ ഈ കമ്പനികളുടെ പേപ്പർ പ്രോഡക്ട്സിന് ഉള്ള ഡിമാൻഡിന്റെ അടുത്തെങ്ങും ചെല്ലില്ല KPPL പ്രോഡക്റ്റ്. അതായത് ഈ പറയപ്പെട്ട കമ്പനി കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന കമ്പനി എപ്പോഴെങ്കിലും യാഥാർത്ഥ്യമായി ഭവിച്ചാൽ പോലും അതിന് ഒരു കാരണവശാലും ഈ പറയപ്പെട്ട ഇപ്പോൾ പറഞ്ഞ ITC, JK, TNPL തുടങ്ങിയ കമ്പനികളുമായിട്ട് ഒരു തരത്തിലും കമ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒക്കില്ല. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഗവൺമെന്റ് 741 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വെള്ളൂരിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഇത് ഈ എലക്ഷൻ അടുക്കാൻ നേരത്തുള്ള ഒന്നുകിൽ അതായത് ഇതിന്റെ സാഹചര്യങ്ങൾ ഒന്നും പഠിക്കാതെ മണ്ടത്തരം എഴുന്നള്ളിക്കുകയാണ്. അതായത് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തിയാൽ അത് വലിയ ആന മണ്ടത്തരമാകും. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, CAG ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കണക്കുകൾ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിലായി 10,002 കോടി കടമെടുത്ത് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ടാണ് അതിൽ നിന്ന് 3 കമ്പനികളാണ് ചെറിയ ഡിവിഡൻഡ് കൊടുക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ അതിനേക്കാൾ വലിയ മണ്ടത്തരം എന്ന് വേണം പറയാം ഈ പറയപ്പെട്ട KPCL കമ്പനി വരിക, അതിലേക്ക് 741 കോടി ഇൻവെസ്റ്റ് ചെയ്യുക,
എന്നിട്ട് അത് കേരളത്തിലുള്ള ഫോറസ്റ്റ് പ്രൊഡ്യൂസ് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങി ഉൽപ്പാദിപ്പിച്ച് അതിന് വിപണി ഇല്ലാതെ വരിക. കാരണം ഈ നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി, അതായത് നാം നേരത്തെ സൂചിപ്പിച്ച കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് ഒരു തരത്തിലും കിടപിടിക്കാൻ പറ്റാതെ പിന്നോട്ട് പോവുക. ITC, JK, TNPL എന്നിവയുടെ പേപ്പർ പ്രോഡക്ട്സുമായിട്ട് യാതൊരു താരതമ്യവുമില്ലാതെ വിപണിയില്ലാതെ പോവുക. അത്തരം ഒരവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയാണോ ഇതുപോലെ ഒരു ഇനോഗ്രേഷൻ മാമാങ്കം കൊടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു കാരണവശാലും ഇത് ജനം വിശ്വസിക്കരുത്. വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയിൽ തന്നെ ജോലി ചെയ്ത് ഇപ്പൊ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന, അവിടെ ഇപ്പോഴും ഉണ്ട്, ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്നുണ്ട്. വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അത് വിപണനം ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ലാത്ത രീതിയിലാണ് അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല, ഒട്ടുമേ കാര്യക്ഷമമല്ല. അങ്ങനെ കാര്യക്ഷമമല്ലാത്ത ആ ഫാക്ടറി അടച്ചുപൂട്ടി ആ വസ്തു എയിംസിന് വേണ്ടി അത് ഉപയോഗിച്ചാൽ 750 ഹെക്ടറാണ് കിടക്കുന്നത്. 200 ഹെക്ടർ ഭൂമിയാണ് ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. ഈ കോട്ടയം ആണെങ്കിലോ, അതായത് കോട്ടയത്ത് ഈ വൈക്കം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ 750 ഹെക്ടർ ഭൂമി കിടക്കുന്ന, അതിൽ നിന്ന് 200 ഹെക്ടർ എടുത്ത് എയിംസിന് വേണ്ടി അത് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് എത്രയും വേഗം കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അങ്ങനെ ഒരു എയിംസ് അവിടെ വന്നിരുന്നെങ്കിൽ എന്നാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ജോലികളൊക്കെ ആയിട്ട് അവരുടെ ജീവനോപാധി നേടാൻ കഴിയും. അതിനേക്കാളൊക്കെ ഉപരി കേരളത്തിന്റെ എയിംസ് എന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. അതുവഴി ഇപ്പൊ കേരളത്തിന് എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ്, അതായത് വാട്ടർ, നമുക്ക് എല്ലായിടത്തും ജലമാണ് കേരളത്തില്. പക്ഷെ എല്ലാ ജലവും മലിനജലമായി തീർന്നിരിക്കുന്ന വാഹിനികളാണ് ആ ജലസ്രോതസ്സുകളെല്ലാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു എയിംസ് വന്ന് വേണ്ടത്ര ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തുകയാണെങ്കിൽ ആ ജലസ്രോതസ്സുകൾ വഴിയുള്ള രോഗങ്ങൾ കണ്ടെത്താനും അവയ്ക്ക് സത്വരമായ പരിഹാരം കാണാനും ഒക്കെയുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. അപ്പൊ ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു എയിംസ് എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും എല്ലാം കൊണ്ടും അർഹതയുണ്ട് കേരളത്തിന്. കാരണം കേരളം ആരോഗ്യ നിലവാരത്തില് മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് ഓരോരുത്തരുടെയും ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനത്ത് എന്ന് പറയുന്നത്? ഗവൺമെന്റിന്റെ ചെലവ് കൊണ്ടല്ല. ഇലക്ഷൻ വരുന്നതിന്റെ മുന്നോടിയായിട്ട് ഒരു വോട്ട് ഓൺ അക്കൗണ്ടിൽ നിർത്തേണ്ടിയിരുന്ന ബജറ്റാണ് ഫുൾ ബജറ്റായിട്ട് പ്രഖ്യാപിച്ചത്. പക്ഷെ അതിനകത്ത് ഹെൽത്തിന് വേണ്ടി, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എത്ര കോടിയാണ് എന്നല്ലേ? 12,832.44 കോടിയാണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അത് GSDPയുടെ, അതായത് നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 0.79% മാത്രമാണ്. ഓർമ്മിക്കണം, 2017 BJP ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ആരോഗ്യ നയമുണ്ട്, ദേശീയ ആരോഗ്യ നയം. ആ ആരോഗ്യ നയത്തിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രം GDPയുടെ 2% കുറയാതെയും സംസ്ഥാനങ്ങൾ GSDPയുടെ 8% കുറയാതെയും ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നാണ്. അവിടെയാണ് ഈ 0.79 മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യ മേഖലയെ എത്രയധികം താങ്ങി നിർത്തുന്നുണ്ട് എന്ന്. അപ്പൊ ഇവിടെ ആരോഗ്യ രംഗത്ത് കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ വലിയ കരുതൽ കൊണ്ടല്ല. GSDPയുടെ 0.79 മാത്രം മാറ്റിവെക്കുമ്പോഴും ആരോഗ്യ മേഖലയിൽ കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതിന്റെ കാരണം ഇവിടുത്തെ സ്വകാര്യ മേഖലയാണ്. സ്വകാര്യ മേഖല എന്ന് പറഞ്ഞാൽ ധാരാളം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും സാധാരണക്കാർക്ക് പറ്റാൻ പറ്റുകയില്ല. അതുകൊണ്ട് എന്തു വേണം, അങ്ങനെ പോകേണ്ടി വന്നാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് വലിയ തോതിൽ ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ടാണല്ലോ ആരോഗ്യ ബെനവലൻസ് സ്കീമൊക്കെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത്
മാണി സാറ് കൊണ്ടുവന്നത്. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കറിയാം ആരോഗ്യ മേഖല നന്നായിരിക്കുന്നത് ഗവൺമെന്റിന്റെ കരുതൽ കൊണ്ടല്ല, സ്വകാര്യ മേഖലയും പൊതുമേഖലയും ശ്രദ്ധിക്കുന്നു എന്നൊക്കെ വിചാരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ സ്വകാര്യ മേഖല തന്നെയാണ് പ്രധാനം താൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഒരു എയിംസ് വന്നാൽ, അതായത് കേരളത്തില് ഒരു എയിംസ് കേരളത്തിൽ ഒരു എയിംസിന് അർഹതയുണ്ട്. ഒന്നാമത് നമ്മൾ പറഞ്ഞു നേരത്തെ, എല്ലാവിധ പുതിയ രോഗങ്ങളും കേരളത്തെയാണ് ഇന്ത്യയിൽ ആദ്യം ബാധിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള മലീമസമായ ജലസ്രോതസ്സുകൾ. രണ്ട്, കേരളം സ്വകാര്യ മേഖല കൊണ്ടാണെങ്കിലും പൊതുമേഖല കൊണ്ടാണെങ്കിലും ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു എയിംസ്, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് അനിവാര്യമാണ്. അപ്പൊ നമുക്ക് അർഹതയുണ്ട്, അത് ചോദിച്ചു വാങ്ങണം. അങ്ങനെ ഒരു എയിംസ് വരാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിക്ക് വേണ്ടി കണ്ടെത്തിയത്, അഥവാ ആ സ്ഥലം. അപ്പൊ അവിടുത്തെ ആൾക്കാരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ കാര്യമൊക്കെ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി, അത് പണ്ടേ കാലഹരണപ്പെട്ട ആ ഫാക്ടറിക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോഴും ഒരു ഇനോഗ്രേഷൻ നടത്തിയിരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും അഭിലഷണീയമല്ല.